വിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ മഹത്തായ ഒരുപാട് അവസരങ്ങൾ അതറിയണം, ഉപയോഗിക്കണം, കിട്ടണമെന്ന കൊതി വേണം, ആഗ്രഹം വേണം. ഹദീസിന്റെ വാചകങ്ങൾ വായിച്ചാൽ, വിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങൾ വായിച്ചാൽ 20ലേറെ പ്രത്യേകതകൾ ഈ മാസത്തിനുള്ളതായി കാണാൻ സാധിക്കുന്നു. ഒന്നും രണ്ടുമല്ല. ഹദീസുകൾ ഇങ്ങനെ വായിച്ചാൽ കാണാം, നിർബന്ധമാക്കപ്പെട്ട നോമ്പ് സൗമ്യ റമദാൻ, റമദാനിലെ നോമ്പാണ് നിർബന്ധ നോമ്പ്. അതാ മാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. 12 മാസങ്ങളിൽ ഒരു മാസത്തിനെ ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റമദാനിനെയാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം റമദാനാണ്. ബറാഅത്തിനാവിലല്ല, ശഅബാനിലല്ല, റബീഉൽ അവ്വലിലല്ല, അത് വിശുദ്ധ റമദാനിലാണ്, ലൈലത്തുൽ ഖദ്റിലാണെന്ന് ഖണ്ഡിതമാണ്. ഏത് ഖുർആനാണ്? ഏത് ഖുർആനാണ്? ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗം കാണിക്കുന്ന ഗ്രന്ഥമാണ്. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ച് സ്പഷ്ടമായി വ്യക്തമായി പഠിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. തുറന്നു നോക്കാൻ മടി കാണിക്കുന്നവരെ, മഹല്ലിൽ ഇത് പഠിക്കാൻ അവസരം നഷ്ടപ്പെട്ട ആളുകളെ, അള്ളാഹുവിന്റെ ഖുർആനിന്റെ മഹത്വം അറിയാതെ നമ്മൾ പോകരുത്. റമദാൻ ഖുർആനിന്റെ മാസമാണ്. അത് അവതരിച്ചത് കൊണ്ട് തന്നെ അതിനെ പ്രത്യേകതയാക്കി കൊടുത്തിരിക്കുന്നത്. ഖുർആന് മാത്രമല്ല, വകുതുബിൻ, ധാരാളം വേദഗ്രന്ഥങ്ങൾ അവതരിച്ചത് റമദാനിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. തൗറാത്ത്, ഇൻജീൽ, സബൂറൊക്കെ കഴിഞ്ഞകാല റമദാനുകളിലാണ് അവതരിച്ചതെന്ന് ഹദീസിൽ കാണാം. വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊടുക്കുകയാണ്. വേഗത്തിൽ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങളും അതിനുവേണ്ടി അള്ളാഹു ഒരുക്കി കൊടുക്കുകയാണ്. വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ അടച്ചിടപ്പെടുകയാണ്. അവിടേക്ക് പ്രവേശിക്കാതിരിക്കാൻ, അതിൽ നിങ്ങളുടെ പേര് വരാതിരിക്കാൻ പരമാവധി അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധയോടെ നരകത്തിന്റെ കവാടങ്ങൾ അടച്ചിടുകയാണ്. മനുഷ്യരെ വഴികേടിലാക്കുന്ന, നെറികേടിലാക്കുന്ന തെറ്റിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും അതുപോലെ തന്നെ മോശപ്പെട്ട പലതിലേക്കും കൊണ്ടെത്തിക്കുന്ന പിശാചുക്കളും ജിന്നുവർഗത്തിൽപ്പെട്ട ധിക്കാരികളെയും അല്ലാഹു ബന്ധിപ്പിക്കുന്ന മാസമാണ് റമദാൻ. സുഫിദത്തിശ് ശയാതീൻ വമറദത്തുൽ ജിന്ന്, പിശാചുക്കളെയും ധിക്കാരികളായ ജിന്നുവർഗത്തെയും ബന്ധനസ്ഥരാക്കി, തടവിലാക്കിക്കൊണ്ട് മനുഷ്യരെ കൂടുതൽ നന്മയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. എല്ലാ റമദാനിന്റെ 1ാമത്തെ രാവ് മുതൽ ആകാശലോകത്തുനിന്ന് വിളിച്ചു പറയാണ്, യാ ബാഇൽ ഖൈർ അഖ്ബിൽ, നന്മ ആഗ്രഹിക്കണ മനുഷ്യരെ മുന്നോട്ട് വന്നോളൂ. നന്മ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വന്നോളൂ. തിന്മ ആഗ്രഹിക്കുന്നവരെ അഖ്സിർ, നിങ്ങൾ ചുരുക്കിക്കോ, കുറച്ചോ, വളരെ തിന്മയിൽ നിന്ന് പിറകോട്ട് പോയിക്കോ. എല്ലാ ദിവസവും ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. വലില്ലാഹി ഉതഖാഉ മിനന്നാർ, എല്ലാ ദിവസവും നരകമോചനമുള്ളത് റമദാനിലാണ്. എല്ലാ ദിവസവും നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്തത് റമദാനിനെയാണ്. ഇങ്ങനെ സവിശേഷമായി ലൈലത്തുൽ ഖദ്ർ എന്ന അത്ഭുതപൂർവമായ ഒരു മനുഷ്യന്റെ ആയുസ്സിനേക്കാളേറെ നന്മകൾ ചെയ്യാനുള്ള, അതിന് ഖബൂലിയത്ത് ലഭിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദ്ർ ഈ റമദാനിന്റെ വിശുദ്ധമായ ദിനങ്ങളിലാണ്. വഇന്ന ലികുല്ലി മുസ്ലിമിൻ ഫീ കുല്ലി യൗമിൻ വലൈല, റമദാനിന്റെ 1ാമത്തെ രാത്രി മുതൽ അവസാനത്തെ രാവിലും പകലിലും എല്ലാ മുസ്ലിമിനും ദഅവത്തും മുസ്തജാബ, പ്രാർത്ഥനക്കുത്തരമുള്ള ദിനങ്ങളാണ്. മടിക്കണ്ട. സങ്കടങ്ങൾ പറയാൻ, ആപലാദികൾ ചോദിക്കാൻ, റബ്ബിന്റെ മുമ്പിലേക്ക് കൈകൾ നീട്ടാൻ ഇനിയും മടിക്കേണ്ടതില്ല. എല്ലാ ദിവസങ്ങളിലും അല്ലാഹു തആല പ്രഭാതത്തിന് മുമ്പ് വന്നുകൊണ്ട് പറയുന്ന പോലെ റമദാനിന്റെ ഉടനീളമുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനക്കുത്തരമുണ്ടെന്ന് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി തരുന്നു. ഹദീസുകൾ വായിക്കുകയാണ്. 12ാമത്തെ സവിശേഷത കാണാം. നിങ്ങൾ നോമ്പ് നോൽക്കണേ, ശഹ്റുസ് സ്വബിരി റമദാൻ, ഹദീസിൽ വന്ന വാക്കാണ്. ക്ഷമയുടെ മാസമായ റമദാനിൽ നിങ്ങൾ നോമ്പ് നോൽക്കണേ. പഠിക്കണം ജീവിതത്തിൽ. അടുത്ത 11 മാസക്കാലത്തേക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ക്ഷമിക്കാൻ നമുക്ക് പാഠം നൽകുന്ന മാസമാണ് ശഹ്റുസ് സ്വബർ, ക്ഷമയുടെ മാസമാണ്. എവിടെയാ ക്ഷമിക്കേണ്ടത്? തിന്മകൾ സമൂഹത്തിലോ വ്യക്തികളിലോ കുടുംബങ്ങളിലോ കാണുമ്പോൾ ആ തിന്മയെ തടുക്കാൻ കഴിയണം. അതേപോലെ തന്നെ തിന്മയെ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ക്ഷമിക്കാനുള്ള കഴിവുണ്ടാകണം. സർവ ചാൻസുകൾ ഒത്തുവന്നാലും തിന്മയുടെ മുമ്പിൽ ക്ഷമിക്കാൻ കഴിയണം. അള്ളാന്റെ വിധി എന്താണെങ്കിൽ ആ വിധി അംഗീകരിച്ച് ക്ഷമിക്കാൻ കഴിയണം. സുന്നത്തായ നന്മകളായ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ക്ഷമയുടെ മനസ്സുണ്ടാവണം.
അല്ല എന്തെങ്കിലും പരീക്ഷണം തന്നാൽ ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ കഴിയണം. അത് പഠിപ്പിക്കണ മാസമാണ് റമദാൻ. എന്റെ കാരണം അനുവദിക്കപ്പെട്ട ഭക്ഷണം വീട്ടിലുണ്ട്, കഴിക്കൂല നമ്മൾ. ഹലാലായ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ഇല്ല, നമ്മൾ അടുപ്പിക്കില്ല. എന്തേ? ഷഹ്റുസ്സബിരി, ഇത് ക്ഷമയുടെ മാസമാണ്. ഇത് ദേഷ്യം പിടിക്കലിന്റെ, ചൂടാകലിന്റെ, ശണ്ട കൂടുന്ന, വഴക്ക് കൂടെ ഉണ്ടുന്ന മാസമല്ല. എല്ലാരും ഓർമ്മപ്പെടുത്തുക. ഒരു ഘട്ടത്തിലും അത് നോമ്പ് തുറന്റെ വേളയിലാണെങ്കിലും, തറാവീഹിന്റെ പേരിലാണെങ്കിലും, ചായന്റെ പേരിലാണെങ്കിലും, ഒന്നിന്റെ പേരിലും വഴക്കിടുന്ന, ദേഷ്യമുണ്ടാകുന്ന, അടിപിടി കൂടെ ഉണ്ടുന്ന മാസമായിട്ടല്ല ഹദീസിൽ ഇത് പറഞ്ഞിരിക്കുന്നത്. 13-ാമത്തെ കാണാം, റമദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ദാനം ചെയ്ത് ഔദാര്യം കാണിച്ചത് റമദാനിലായിരുന്നു. കയ്യിൽ പണമുണ്ട്, ഇത് കൊടുക്കാൻ പറ്റുന്ന മാസമാണ് റമദാൻ. അകമഴിഞ്ഞ് രഹസ്യമായി, പരസ്യമായി മുഴുവൻ നന്മകളിലും മുന്നിട്ട് വന്ന് ധാരാളം സദഖാത്ത് ചെയ്യാനുള്ള അവസരം അതിലുണ്ട്. ഇഫ്താറിന്റെ, സുഹൂറിന്റെ ബറക്കത്തുള്ള മാസമാണ്. ധാരാളം ബറക്കത്തുകളിൽ അത്താഴത്തിന് ബറക്കത്തുണ്ട്. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നതിൽ ബറക്കത്തുണ്ട്. ഒരു ഇറുക്ക് വെള്ളമെങ്കിലും കുടിച്ച് നീ അത്താഴം കരസ്ഥമാക്കിക്കോ, നിനക്കതിൽ പുണ്യമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 30 ദിവസം അത്താഴം കഴിച്ചു ബറക്കത്ത് നേടാൻ പറ്റുന്ന ഗുണം ഇതിൽ കിട്ടുകയാണ്. വഖിയാമും ബില്ലൈൽ, പകല് മുഴുവൻ നോമ്പ് നോറ്റ് പട്ടിണി കടന്നിട്ട് രാത്രി കടന്നുറങ്ങല്ല. ഖിയാമും ബില്ലൈൽ, എന്നിട്ട് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. എന്താ നിസ്കാരത്തിന്റെ പ്രത്യേകത? അഫ്ളലുസ് സിയാം, അതേപോലെ തന്നെ അഫ്ളലുൽ ഖിയാം, ഏറ്റവും ശ്രേഷ്ഠമായ എഴുന്നേറ്റുള്ള നിസ്കാരം. ബഅദ സ്വലാത്തിൽ ഫരീദ, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഖിയാമുൽ ലൈൽ, രാത്രി എഴുന്നേറ്റ് നിസ്കാരമാണ്. ഫർള് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കലാണ്. അതിന് റമദാനിൽ നമ്മൾ വിശ്രമിച്ച് ജമാഅത്തായി, തറാവീഹായി നമസ്കരിക്കുന്നുവെങ്കിൽ അതിന്റെയൊക്കെ ഗുണമറിഞ്ഞ് എല്ലാവരും പോകുന്നുണ്ട്, ഞാൻ പോയില്ലെങ്കിൽ മോശല്ലേ, എല്ലാവരും വീട്ടിൽ നിന്ന് പോവാണ്, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നിട്ട് എന്താ, ഇതുകൊണ്ടൊന്നും അങ്ങനെ വന്ന് മുന്നോട്ട് പോകണ്ട. ഈമാനോടെ, ഇഹ്തിസാബോടെ ഇതിനെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരണം. അതാക്കും റമദാൻ, നിങ്ങൾക്ക് റമദാൻ ഇതാ വന്നെത്തിയിരിക്കുന്നു. ശഹ്റും മുബാറകുൻ, അനുഗ്രഹീതമായ മാസമാണ്. ഇത് ബറക്കത്തുള്ള മാസമാണ്. പക്ഷേ നമ്മുടെ പല ആളുകളുടെയും പ്രവർത്തനങ്ങളുടെ ഭാഗമായി അമുസ്ലിങ്ങളായ സഹോദരങ്ങൾ പോലും ഇതിനെ ബറക്കത്തായിട്ടല്ല, ശല്യമായി കാണുന്നുണ്ട്. എന്റെ കാരണം വഴിയിടങ്ങളിൽ മുഴുവൻ തുപ്പി നിറക്കണം. എന്തിനാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നത്? നോമ്പാണ്. ഉമിനീരിറക്കൽ അനുവദനീയമാണ്. എങ്കിലും നമ്മുടെയൊക്കെ ഒരു വിശ്വാസത്തിന്റെമായി എല്ലായിടത്തും കാർക്കിച്ച് തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതിനെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ വൃത്തിയുടെ ആളുകളാവണം. യാചനയുടെ മാസമായി കാണുന്ന ആൾക്കാരുണ്ട്. സഞ്ചിയും ചാക്കുമെടുത്ത് വീടാന്തരം കടകളിലൂടെ അമുസ്ലിങ്ങളുടെ വീടുകൾ, ഗേറ്റുകൾ തുറന്ന് ശല്യപ്പെടുത്തി ഇത് റമദാനാണ്, ഇത് യാചനയുടെ മാസമാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഒരു പ്രവൃത്തി നമ്മുടെ ആരുടെയെങ്കിലും നാട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ടെങ്കിൽ ഇത് യാചനയുടെ മാസമാണ്. പക്ഷെ അത് പടച്ചോനോട്, പടച്ച റബ്ബിനോട് സങ്കടങ്ങൾ ഏറ്റുപറയാനുള്ള മാസമാണ്. നാട്ടിൽ നിന്ന് പിരിവ് നടത്തി യാചിച്ച് അരി മേടിച്ച് ഭക്ഷണം മേടിക്കാൻ, മറിച്ച് അത്തരം സാധുക്കളുടെ പേര് വിവരങ്ങൾ അറിയാവുന്നവർ പങ്കുവെക്കുകയും അവർക്ക് ഇഫ്താർ കിറ്റ് കൊടുക്കാൻ, അവർക്ക് ഈദ് കിസ്വ കൊടുക്കാൻ, അവരെ സഹായിക്കാനാണ് ചാരിറ്റി പ്രവർത്തകന്മാർ നമ്മളോട് എത്രയായി ആവശ്യപ്പെടുന്നത്. ഇഫ്താർ കിറ്റിന് വേണ്ടി സഹകരിക്കണം എന്ന് പറയുന്നത്. പാവപ്പെട്ട മനുഷ്യർ തെരുവിൽ ഇറങ്ങി യാചകരായി മാറരുത്. അവരുടെ ചിലവുകൾ കഴിഞ്ഞു പോകണം, കുടുംബം നന്നായി പോകണം. അതിനുവേണ്ടിയാണ് അവരുടെ അഡ്രസ് പോലും ഷെയർ ചെയ്യാതെ അവരുടെ വീടുകളിൽ എത്തിക്കൊണ്ട് നമുക്ക് സാധുക്കളെ സഹായിക്കാൻ കഴിയണമെന്ന് പറഞ്ഞത്. ഇത്തരത്തിൽ അല്ലാഹുവിന്റെ ഈ റമദാനിനെ മുബാറക്കായി നമ്മളും കാണണം. മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ മനുഷ്യർക്ക് മുകഫിറാത്തുണ്ട്. ഒരു റമദാൻ ജീവിച്ച് അടുത്ത റമദാനിലും പുണ്യങ്ങളും സുഹൃതങ്ങളും ചെയ്യാൻ കഴിഞ്ഞാൽ അതിന്റെ ഇടയിലുള്ള പാപം പുറത്തു കിട്ടാനുള്ള വേദിയാണ്. ദിവസങ്ങൾ, ഒരു ദിവസത്തിനുള്ളിൽ ഡസൻ കണക്കിന് പാപങ്ങൾ അറിയാതെ ജീവിതത്തിൽ സംഭവിക്കുന്ന മനുഷ്യർക്ക് പടച്ചോൻ കൊടുക്കുന്ന ചാൻസ് ആണ്, മുകഫിറാത്താണ് റമദാൻ. റമദാനിൽ ഒരാൾ ഒരു ഉംറ ചെയ്താൽ ഹജ്ജിന് സമാനമായ പ്രതിഫലമാണ്.
സാധാരണ ഉംറയ്ക്ക് ഒരു കൂലിയുണ്ട്, പക്ഷെ റമദാനിലെ ഉംറയാണോ അത് ഹജ്ജിന്റെ പോരിശയാണ്, ഹജ്ജിന്റെ മഹത്വമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ സലഫുകളായ നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്ത് അവർ ചെയ്യാൻ കിട്ടുന്ന റമദാനിന്റെ അവസരങ്ങൾ ഏത് മേഖലയിലാണോ കിട്ടുന്നതെങ്കിൽ അത് ശരിയായ രൂപത്തിൽ അവർ ആ ഉദ്ദേശ ശുദ്ധിയോടെ അത് പാലിക്കുമായിരുന്നു. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ദാവൂദ് ത്വാഇ, മാലിക് ബിൻ ദീനാർ, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹി പോലെയുള്ള താബഈങ്ങളെ പറ്റി പറയുകയാണ്, ലാ യഫ്തിറു ഇല്ലാ മഅൽ യതാമാ വൽ മസാകീൻ. റമദാനിന്റെ കൂലി അതുപോലെ അതിൽ ഓരോ നന്മയുടെ മഹത്വം മനസ്സിലാക്കിയിട്ട് പറയാ, അവർ നോമ്പ് തുറക്കും ഒരു യതീമിന്റെ കൂടെ ഒരു മിസ്കീനിന്റെ കൂടെ. അവർ നോമ്പ് തുറക്കും, അവരുടെ നോമ്പ് തുറകൾ യതീമിന്റെയും മിസ്കീനിന്റെയും കൂടെയായിരുന്നു. നമ്മുടെ നോമ്പ് തുറയിലേക്ക് വിളിക്കേണ്ടത് നമ്മുടെ പരിചയത്തിലുള്ള സുഹൃത്തുക്കളെക്കാൾ, നമ്മുടെ വലിയ വലിയ സമ്പന്നരായ കുടുംബങ്ങളെക്കാൾ അർഹതപ്പെട്ട യതീമിനെ മിസ്കീനിനെ വിളിച്ച് നോമ്പ് തുറപ്പിക്കുന്ന എത്ര നോമ്പ് തുറകളുണ്ട്, എത്ര നോമ്പ് തുറകളുണ്ട്. അർഹരായ വളരെ ദരിദ്രരായ യതീമുകളായ മിസ്കീനുകളായ അശരണരായ കുടുംബങ്ങളെ വിളിച്ച് നോമ്പ് തുറപ്പിച്ച ശീലം നമുക്ക് എത്ര പേർക്കുണ്ട്. വെറുതെ കൂടുന്ന ഒരു കൂട്ടമായി നോമ്പ് തുറകൾ മാറരുത്. അതിൽ അവർക്ക് ദരിദ്രരായ പാവങ്ങളെ കൂടെ ഇരുത്തിക്കൊണ്ട് നോമ്പ് തുറക്കാൻ പഠിപ്പിക്കുകയാണ് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ റമദാനിൽ ഓതി ഓതി കരഞ്ഞിരുന്ന രംഗങ്ങളാണ് നമുക്ക് കാണുന്നത്. അവരൊക്കെ റമദാൻ അങ്ങനെ ക്രമീകരിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ എടുത്ത് ഓതാൻ തുടങ്ങി. വൈലുൽ ലിൽ മുതഫിഫീൻ എന്ന അധ്യായത്തിന്റെ അവസാന ഭാഗത്തെത്തിയപ്പോൾ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, നാളെ റബ്ബിന്റെ മുമ്പിൽ ജനങ്ങളെല്ലാവരും എഴുന്നേറ്റു നിൽക്കുമെന്ന ആയത്ത് കേട്ടപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ മുതൽ നിർത്താതെ കരയാൻ തുടങ്ങി. അവർക്ക് അതിന്റെ അർത്ഥം അറിയായിരുന്നു. ഞാനും നിങ്ങൾ 100 പ്രാവശ്യം ഓതിയാലും നമ്മുടെ മുഖത്തൊരു മുഖഭാവം പോലും സൃഷ്ടിക്കപ്പെടൂല. എന്തേ? ഇതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. എത്ര തവണ ആവർത്തിച്ച് വിളിച്ചു, ഒന്ന് വരൂ, പഠിക്കാൻ വരൂ, നിങ്ങളൊന്ന് ക്ലാസ്സിലേക്ക് വരൂ, നിങ്ങളൊന്ന് അർത്ഥം പഠിക്കാൻ വരൂ. നമുക്ക് മനസ്സ് വരുന്നില്ല, നമുക്ക് തോന്നുന്നില്ല, നമുക്ക് 100 കൂട്ടം കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഖുർആനിലെ ആയത്ത് കേട്ടാൽ കരയാൻ കഴിയൂല, മനസ്സ് മാറാൻ കഴിയൂല, അർത്ഥം അറിയൂല. മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാമ് നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ്. നമ്മളൊക്കെ ഓതുന്ന ആയത്ത് സുഫിയാനു സൗരി അങ്ങ് ഓതി, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ആയത്ത് ഓതിയിട്ട് മഅ്മൂമിങ്ങൾ പറയുകയാണ്, അവിടെ മുതൽ സുഫിയാനു സൗരിക്ക് ഓതാൻ കഴിയാതെ കരയാൻ തുടങ്ങി. നമുക്കെന്താ ഭാഗത്ത്? നമ്മൾ അതേ ആയത്ത ഓതുന്നത്, അതേ ഖുർആനാണ് നമ്മളെ കയ്യിലുള്ളത്. നമുക്ക് സാരാംശങ്ങൾ അറിയൂല, അതിന്റെ പശ്ചാത്തലം അറിയൂല, അതിന്റെ വിശദീകരണം അറിയൂല. നമ്മൾ കേവലം ഇങ്ങനെ ഒരു ഒച്ചയായി പദമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, ഓതിയതിന്റെ കൂലിയുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ സഹോദരങ്ങളെ, ഈ റമദാനിനെ ഒരു മാറ്റത്തിന്റെ റമദാനാകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. മനുഷ്യന്മാർ ഖുർആനിൽ നിന്ന് അകലാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഖുർആനിൽ നിന്ന് ജനങ്ങൾ അകലാനും അത് തൊടാനും വായിക്കാനും തുറക്കാനും പറ്റാതിരിക്കാനുള്ള കാരണം, ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ പറയാ, അലിഫ് ലാം മീം തിൽക ആയാത്തുൽ കിതാബിൽ ഹകീം ഹുദം വറഹ്മതൻ ലിൽ മുഹ്സിനീൻ. ഖുർആനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. എന്നിട്ട് അല്ലാഹ് പറയാണ്, എന്നിട്ട് ഖുർആനെ പറ്റി പറഞ്ഞിട്ട് പറയുന്നത്, വമിനന്നാസ്, ജനങ്ങളിലുണ്ട്, മയ്യശ്തരീ ലഹുവൽ ഹദീസ്, ഖുർആനിനേക്കാൾ ദീനിനേക്കാൾ ഹദീസിനേക്കാൾ താല്പര്യം വിനോദ വാർത്തകളോടാണ്, പാട്ടിനോടാണ്, മ്യൂസിക്കിനോടാണ്. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ റീൽസിനോടും അതുപോലെ തന്നെ ട്രെൻഡി വീഡിയോസിനോടും നമ്മുടെ സോഷ്യൽ മീഡിയയോടൊക്കെ അതൊക്കെ ഭാഗമായി കൂട്ടിക്കോ. ലഹുവുകളോടാണ്, വിനോദങ്ങൾ വിലക്ക് മേടിക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ്? ലിയുദില്ല അൻ സബീലില്ലാ, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്നതിനു വേണ്ടിയാണ്. ഈ സാധനങ്ങളൊക്കെ അള്ളാന്റെ ദീനെന്ന് നമ്മുടെ ഇഖ്ലാസിനെ, നമ്മുടെ അഖീദയെ തെറ്റിക്കുന്നതിന് വേണ്ടിയാണ്. ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവുമില്ലാതെയാണ്. വയത്തഖിദഹാ ഹുസ്വാ, അള്ളാഹുവിന്റെ ദീനിനെ പരിഹാസത്തോടെയാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് പാട്ടിൽ ജ്വരം പിടിച്ച മനുഷ്യനോട് 5 മിനിറ്റ് ഖുർആൻ കേൾക്കാൻ പറഞ്ഞാൽ അവൻ കാർക്കിച്ച് തുപ്പും നമ്മുടെ മുഖത്തേക്ക്. 3 മണിക്കൂറോളം തുള്ളിച്ചാടി പാട്ട് കളിച്ചല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന മനുഷ്യനോട് ഒരേ 1 മിനിറ്റ് നീ ഒരു ഖുർആനിന്റെ ആയത്ത് കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചോക്ക്, സഹിക്കാൻ കഴിയില്ല അവർക്ക്.
ദീനിനെയും അതിന്റെ ഷിആറുകളെയും പരിഹാസത്തോടെ കാണും, സത്യത്തിൽ നിന്ന് വഴിതെറ്റിക്കപ്പെടും. ഉലൈക ലഹും അദാബും മുഹീൻ, നിന്ദ്യമായ കഠിനമായ ശിക്ഷയാണ് ഇത്തരം ആളുകൾക്കുള്ളത്. എന്നിട്ട് ഇവരുടെ അടയാളം പറയാ, വഇദാ തുത്ല അലൈഹിം ആയാതുനാ, നമ്മുടെ വ്യക്തമായ ഹക്കായ വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ആയത്ത് ഇവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ വല്ലാ മുസ്തക്ബിറാ, അഹങ്കാരത്തോടെ ഇവർ തിരിഞ്ഞു കളയും. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. അവർ തിരിഞ്ഞു കളയും. കേൾക്കാത്തവനെ പോലെ. ഈ ഖുർആനിന്റെ സവിശേഷതകളൊന്നും അവൻ കേൾക്കാത്ത പോലെ അവൻ മാറിക്കളയും. അവന്റെ ഇരു ചെവികളിലും എന്തോ ഒരു അടപ്പിട്ട് മൂടി വെച്ച പോലെയാണ്. ഒന്നും കേൾക്കാത്തവനെ പോലെ അവൻ ഇങ്ങനെ മാറി നടക്കും. ഖുർആൻ പറയാണ്, അവനെ കുറിച്ച് ആലോചിക്കണേ. ബഖറ, അവന്റെ ചെവിയില്ലതാ അവൻ അടപ്പിട്ട പോലെയാണ്. എങ്കിൽ അവനെ കാത്തിരിക്കുന്നത് എന്താണ്? ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, വേദനിക്കുന്ന അതികഠിനമായ ശിക്ഷ അവനെ ബാധിക്കുന്ന കാര്യം സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഈ റമദാനിൽ നമ്മുടെ മൊബൈൽ ഫോണുകൾ നിയന്ത്രണത്തിലാകണം. അപ്പൊ ഇതിന്റെ ഫത്വയ്ക്കൊന്നും പോണില്ല. ചുരുങ്ങിയ മര്യാദ എന്നുള്ള നിലക്ക് നിയന്ത്രണ വിധേയമാകണം. ആ സമയവും സാഹചര്യവും പരമാവധി ഖുർആനിലേക്ക് വരണം. നെറ്റ് ഓഫ് ആക്കാൻ കഴിയാവുന്ന സാഹചര്യം അധികവും നമ്മൾ അത് ഓഫിലാക്കി കിടക്കണം. ആവശ്യത്തിന് തുറക്കണം, ആവശ്യത്തിന് അടക്കാൻ കഴിയണം. സോഷ്യൽ മീഡിയകളിൽ നിന്ന് പിൻവലിയാൻ കഴിയുന്നവർ തൽക്കാലത്തേക്ക് പിൻവലിയണം. എത്രയോ സഹോദരങ്ങൾ അതിന് ശ്രമിച്ചിട്ടുണ്ട്, സാധ്യമാകുന്ന കാര്യം. അതൊന്നും നമ്മളെ നന്നാക്കാൻ വന്നതല്ലല്ലോ. നമ്മുടെ സമയം കൊല്ലികളായി നമ്മുടെ ഈമാനിനെ, നമസ്കാരത്തെ, ഖുശൂഇനെ ബാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് ജ്വരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി അത്തരം ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ, അമിത ഗ്രൂപ്പിന്റെ ആസക്തി വന്നിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ഇട്ടുകൊണ്ട് നിയന്ത്രിക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാവുക. നമുക്കറിയാം എവിടെയാണ് ആഡ് ആവേണ്ടത്, എവിടെ നിന്നാണ് ലെഫ്റ്റ് ആവേണ്ടത്. എവിടെ ചിന്തിക്കേണ്ടെന്ന് അറിയോ? ബന്ധങ്ങളെക്കാൾ വലുത് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് എന്റെ റമദാൻ കൊളാകുമോ എന്ന് ചിന്തിച്ച് നല്ല ഒരു നിയന്ത്രണത്തിന് നമ്മൾ അവിടെ സന്നദ്ധരായില്ലെങ്കിൽ ഈ റമദാനും നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗൗരവത്തോടെ കാണുക. പള്ളികൾ റമദാനിൽ സജീവമാകണം. ഈ പള്ളി മാത്രമല്ല, മുഴുവൻ എല്ലാ പള്ളികളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന സമയമാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, പള്ളികൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. ആ പള്ളിയോടൊരു ബഹുമാനവും ആദരവും നമുക്ക് എല്ലാവർക്കും വേണം. വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നുവെങ്കിൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഖൽബിൽ തഖ്വയുള്ളതിന്റെ അടയാളമാണ്. ഒരാൾക്ക് പള്ളി കയറുമ്പോൾ ഒരു പേടിയുണ്ടെങ്കിൽ അയാളുടെ തഖ്വയുടെ അടയാളമാണ്. പള്ളിക്ക് സ്വതക്ക ചെയ്യാനൊരു തോന്നലുണ്ടെങ്കിൽ അത് അവന്റെ ചിഹ്നമാണ്, അടയാളമാണ് കൽബിൽ. പള്ളി എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേകമായ താല്പര്യം. എത്രയോ ആളുകൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയ ചില സഹോദരങ്ങൾ, അവരെ പറ്റി പറയാണ്, അവർ എല്ലാ സമയത്തും അവർ പള്ളിയിലുണ്ടായിരുന്നു. പള്ളിയിൽ വരുന്നവർക്കൊക്കെ അവരെ അറിയാമായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ പള്ളിയിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പറയാൻ നമ്മളെ പറ്റി എത്ര പേർക്ക് പറയാൻ കഴിയും? ഇനി ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പള്ളികൾ റമദാനിൽ പോലും നമ്മൾ പല ദൂരയാത്രകളിലും കയറി ചെന്നാൽ കാണുന്ന വൃത്തിയില്ലാത്ത നൂറുകണക്കിന് പള്ളികൾ ഇന്നും കേരളത്തിലുണ്ട്, കണ്ണൂരുണ്ട്. പള്ളിയൊക്കെ ഉണ്ട്. വൃത്തി എന്ന് പറഞ്ഞാൽ കേറി ഒളു ഉണ്ടാക്കി കേറി നിസ്കരിക്കാൻ തോന്നാത്ത, ദുർഗന്ധം വമിക്കുന്ന കാർപ്പറ്റുകളുള്ള എത്ര പള്ളികളുണ്ട്. ഒന്ന് നേരം പോലെ ഇരുന്ന് മൂത്രമൊഴിക്കാൻ പറ്റാത്ത എത്ര പള്ളികളുണ്ട്. സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും വീട് ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റ് പണിതു, മതിലുകൾ ടൈൽസ് ഇട്ട് കഴിഞ്ഞു, വലിയ വലിയ കൂറ്റൻ ഗേറ്റുകൾ വെച്ച് കഴിഞ്ഞു. പള്ളിയിൽ ഒരു ഇൻവേർട്ടർ വെക്കാൻ പോലും ഇല്ലാത്ത എത്ര എത്ര പള്ളികളാണ്. അവിടെ നിസ്കരിക്കുന്ന ആൾക്കാർക്ക് പൈസക്കാരാണ്, പക്ഷെ പള്ളിയിലാണില്ല. ചില സ്ഥലങ്ങളിൽ ചെന്നാൽ പള്ളിയുടെ മുഴുവൻ ഹാളുകളും അടച്ചിട്ട് AC വെച്ചിട്ടുണ്ട്. പക്ഷേ AC ഓണാക്കൂല. എന്താ? കറണ്ട് ചാർജാണ്. മറ്റാൾക്ക് ഇഷ്ടമല്ല, ഈ ആൾക്ക് ഇഷ്ടമല്ല. പിന്നെ എന്തിനു മേടിച്ചു വെച്ചതാ? ആള് കൂടുന്ന ജമാഅത്തിന് ഉപയോഗിക്കാത്ത AC പള്ളിയിൽ പിന്നെന്തിനാ? ചില സ്ഥലത്ത് പള്ളിയിൽ ചെന്നാൽ ഒരു ഫാന് പോലും ശരിക്കും വർക്ക് ചെയ്യാത്ത പള്ളികൾ. സങ്കടം തോന്നുകയാണ്. വിയർത്ത് കുളിച്ചാകെ കൂടി അവിടുന്ന് നമസ്കാരം കഴിയുമ്പോൾ അല്ലെങ്കിലേ ഖുശൂ ലഭിക്കാത്ത നമസ്കാരങ്ങൾ നമുക്കുണ്ടല്ലോ. അതിലൂടെ ഇത്തരത്തിൽ പൊറുതിമുട്ടുന്നതായ അവസ്ഥകൾ ഓരോരുത്തരും ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളികൾ വൃത്തിയുള്ളതാകണം. അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ. ചില സ്ഥലത്ത് ചെന്നാൽ, ഒരു യാത്രക്കാരനായി പള്ളിയിൽ ചെന്നാൽ അതിന്റെ ടോയ്ലറ്റ് വരെ അടച്ചിട്ട് പൂട്ടി ചാവി കൊണ്ടുപോയ മഹാന്മാർ. പിന്നെ എന്തിനാണ് അവിടെ ടോയ്ലറ്റ്? പള്ളി ആർക്കുള്ളതാണ്? പള്ളി എന്തിനുള്ളതാണ്? ഇങ്ങനെ കുടുസായ ചിന്താഗതിയുമായി പള്ളികളെ ഞെരുക്കുന്നവരും പള്ളിയെ ദുരുപയോഗം ചെയ്യുന്ന വേറെ ചില ആൾക്കാർ. AC ഉണ്ട്, ഫാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വരിക, ഫോൺ എടുത്ത് കടന്ന് കളിക്കുക, അവിടെ നിന്ന് വർത്താനം പറയുക, അവിടെ തമാശ കളിക്കുക. ദുരുപയോഗം പാടില്ല.
എന്നാൽ അശ്രദ്ധയും പാടില്ലാത്തതാണ്. രണ്ടും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ പള്ളിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിൻ്റെതാണ്. അതാര് നോക്കണം, അതാര് പരിപാലിക്കണം, ആര് കമ്മിറ്റിയാകണം? അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കുന്നവർ നിസ്കരിക്കുന്നവരാവണം, സകാത്ത് കൊടുക്കുന്നവരാകണം, പരലോക വിശ്വാസമുള്ളവരാകണം. ഇത്ര വരെ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും പരമാവധി ആ കാര്യത്തെ നാടുകളിൽ മഹല്ലുകളിൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. പള്ളികളിൽ നമസ്കരിക്കാനുള്ള ജമാഅത്ത് നമസ്കാരത്തിന് ഈ ബോർഡ് നോക്കിയാൽ നമുക്ക് ഓരോ സമയവും കൃത്യമായിട്ട് അറിയാൻ പറ്റും. എങ്കിൽ ആ സമയം പ്ലാൻ ചെയ്തുകൊണ്ട് ജമാഅത്ത് നഷ്ടപ്പെടാതെ റമദാനിലും അല്ലാത്തപ്പോഴും പള്ളിയിൽ ജമാഅത്തിന്, ഈ പരിസരത്തുള്ള കച്ചവടക്കാരാവട്ടെ വഴിയാത്രക്കാരാവട്ടെ ഓരോരുത്തരും ജമാഅത്തിനെ പ്രാധാന്യപൂർവ്വം കാണുക. വെള്ളിയാഴ്ച ജുമാ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മൾ സംഗമിക്കുന്ന വെള്ളിയാഴ്ച ജുമാ, ഇന്ന് പള്ളിയിൽ ഒരുമിച്ച് കൂടിയവർ നോക്ക് എത്ര പേരാണ്. ഇമാം ഖുതുബക്ക് കയറുന്നതിന്റെ മുമ്പ്, അതിന് ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് പള്ളിയിൽ എത്തിയ എത്ര പേരുണ്ട്? തുടങ്ങുമ്പോ 4 സഫ് 3 സഫ് ആൾക്കാരുള്ളൂ. ഇപ്പൊ പോയി നോക്കി നിങ്ങൾ 15 സഫിന്റെ ആളായി, 10 സഫിന്റെ ആളായി. സങ്കടം കൊണ്ട് പറയുകയാണ്, നമ്മുടെ ഖുതുബ, നമ്മുടെ ജുമാ കബൂലാകുമോ എന്ന് ഭയപ്പെടണം. എന്തേ? മലക്കുകളെ രേഖാപുസ്തകം എടുത്തു വെക്കും. എപ്പോഴാ? ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞാൽ, ഖുതുബ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ മലക്കുകൾ പോലും അവിടെ ഹാദിറാക്കുന്നവരെ രേഖപ്പെടുത്തുന്ന പുസ്തകം മടച്ചു വെക്കപ്പെടും. അതൊന്നും നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആഗ്രഹിക്കുന്നവർ, ഞാനും വന്നിട്ടുണ്ട്, ഞാനും പള്ളിയിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രം പറയാനാണെങ്കിൽ അവസാനത്തെ റക്അത്തിൽ വന്നാൽ മതി. അല്ല, എനിക്കെന്റെ ജുമുഅ കിട്ടണം, എനിക്കിത് ഫർദാണെന്ന് ബോധ്യപ്പെടുന്നവർ ഓരോരുത്തരും റമദാൻ മുതലും തുടക്കത്തിലും ഇനിയുള്ള നാളുകളിലും ബാങ്ക് വിളിക്കുമ്പോൾ ഞാൻ പള്ളിയിൽ ഉണ്ടാകണമെന്ന് ചിന്തിച്ചാൽ നടക്കാത്തതില്ല. നമ്മൾ വിചാരിച്ച ലോകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എത്ര വലിയ വലിയ റിസ്ക് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ സന്നദ്ധരായാൽ ഇൻഷാ അല്ലാഹ് വലിയ പരിവർത്തനമുണ്ടാക്കുന്ന, സംസ്കരണമുണ്ടാക്കുന്ന ദിനങ്ങളാവണം നമ്മുടെ റമദാനുകൾ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ശരിയായി ഉൾക്കൊണ്ട് പൂർണ്ണമായ മനസ്സോടെ കബൂൽ ചെയ്യാനും നന്നായി നല്ല രൂപത്തിൽ പണിയെടുത്ത് തൗബയുടെ, ഇസ്തിഗ്ഫാറിന്റെ, സദഖയുടെ മഹത്വങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനും നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യും. വിശുദ്ധ റമദാനിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ അതിന്റെ മുന്നൊരുക്കം എന്ന നിലക്ക് നമ്മൾ റമദാനിനെ സ്വീകരിക്കുന്ന മനസ്സെങ്ങനെയാണ് എന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്വീകരിക്കാണോ, കഷ്ടപ്പെട്ട് സ്വീകരിക്കാണോ? നമ്മൾ നോമ്പുകാരെ അല്ലെങ്കിൽ റമദാനിനെ സ്വീകരിക്കുന്ന ആളുകൾ പലതരം ഉണ്ടാവും. അതിലൊന്ന് വളരെ വെറുപ്പോടുകൂടെ റമദാനിനെ കാണുന്നവർ. വരുന്നുണ്ട്, ഇനിയിപ്പോ ഒരു മാസം ഭയങ്കര പ്രയാസം. അവർ വെറുപ്പോടെയാണ് ആ മാസത്തെ സ്വീകരിക്കുന്നത്. ആ വെറുപ്പ് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ പെരുന്നാളിന് പടക്കം പൊട്ടിച്ച് റാലി പോകുമ്പോൾ മനസ്സിലാക്കുക പോലെ സന്തോഷം എത്രയാണ്. ആ വെറുപ്പിന്റെ ആൾക്കാരാണ് അവരന്നാ തിരിച്ചറിയാം. രണ്ടാമതൊരു വിഭാഗമുണ്ട്, അവർ ഭയങ്കര സന്തോഷത്തിലാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് മനസ്സിലാക്കി, ഇതിന്റെ കൂലി കിട്ടി, ഇത് വേടിച്ച് കൊണ്ടുപോകണം എന്നുള്ള, ഇതൊന്നും എനിക്ക് നേടണമെന്ന് ചിന്തിക്കുന്ന സന്തോഷത്തിന്റെ അക്താക്കൾ. മൂന്നാമതൊരു ടീമുണ്ട്, അവന് റമദാനായാലും ശവ്വാലായാലും ദുൽഖഅദായാലും അവൻ ആ പാട്ട് പാടി അങ്ങനെ പോകും. ഒരു മാറ്റമൊന്നുമില്ല, പ്രത്യേകിച്ചൊരു മാറ്റം ഇല്ല. അവൻ നോമ്പ് നോക്കുന്നുണ്ടാവാം, ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല, എന്നൊക്കെ ശരിയാണ്. ഒരു മാറ്റവും സംഭവിക്കാത്ത റമദാനായിരിക്കും. നാലാമതൊരു ടീമുണ്ട്, അതിവിടെ അധികം സാധ്യതയുണ്ട്. ഇതിന്ന് എങ്ങനെ 4 ഉറുപ്യ വരുമാനം അധികം ഉണ്ടാക്കാൻ പറ്റും, 4 സമോസ അധികം വെക്കാൻ പറ്റും, 10 പൊറാട്ട അധികം വെക്കാൻ പറ്റും, 4 ഡ്രസ്സ് അധികം വെക്കാൻ പറ്റും, ഈ റമദാനിലെങ്കിലും എന്റെ സീസൺ ഉഷാറാക്കാൻ പറ്റും, ഇതൊരു കച്ചവടം എങ്ങനെ ഇത് മുതലാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. നമ്മൾ എവിടെയാണ്? ഞാൻ ഈ റമദാനിന് ഇതിൽ ഏത് ടീമിലാണ് പെട്ടിരിക്കുന്നത്? ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയം അവിടെയാണ്. ഇത് പഠിച്ച് മനസ്സിലാക്കി ഇതിൽ നിന്ന് പരമാവധി പുണ്യം വാരിക്കൂട്ടാൻ എത്ര സമയം പള്ളിയിലിരിക്കാൻ പറ്റും, എത്ര ദിവസം ഇരിക്കാൻ പറ്റും, എത്ര പുണ്യപ്രവർത്തനങ്ങളിൽ എനിക്ക് പങ്കാളിയാകാൻ പറ്റുമെന്ന് ചിന്തിച്ച് ഇതിലേക്ക് മുന്നോട്ട് വരണം. ഓരോ നോമ്പുകാരനും തന്റെ നോമ്പ് അറിഞ്ഞത് കൃത്യമായി അതിന്റെ നിയ്യത്ത് ശരിപ്പെടുത്തണം. ഫജ്റിന് മുമ്പ് നോമ്പിന്റെ നിയ്യത്ത് വെക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യുബയ്യിത്തിസ് സിയാമ ഖബലൽ ഫജ്രി ഫലാ സിയാമ ലഹു. ഫജ്റിന് മുമ്പായിട്ടെങ്കിലും നിയ്യത്ത് കരുതാത്ത, ഉദ്ദേശിക്കാത്തവന് നോമ്പുണ്ടാവുകയില്ല. ഫർദ് നോമ്പാണെങ്കിൽ ഫജ്റിന് മുമ്പേ അവൻ അത് നിയ്യത്ത് വെച്ച് മനസ്സിൽ അത് ഉണ്ടായിരിക്കണം. ഞാനൊരു നോമ്പ് നോൽക്കുമെന്നും നാളത്തെ ഫർദിന്റെ നോമ്പ് എനിക്കുണ്ടാകുമെന്നും അത് ഏറ്റുപറയേണ്ടതില്ല, ചൊല്ലേണ്ടതില്ല, സ്റ്റിക്കർ ഒട്ടിക്കാനൊന്നുമില്ല. മനസ്സിൽ അത് കസുതാണ്, ഉദ്ദേശിക്കലാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ധൃതി കാണിച്ച് തന്റെ ബാങ്ക് കേൾക്കുന്ന സമയം അല്ലെങ്കിൽ സമയമായി എന്ന് ഉറപ്പായാൽ വേഗത്തിൽ നോമ്പ് തുറക്കാനൊരു താല്പര്യം നമ്മൾ കാണിക്കണം. അതോടൊപ്പം നോമ്പ് തുറയുടെ സമയം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്.
അത് വെറുതെ അങ്ങോട്ട് ജ്യൂസ് ഒഴിച്ച് ഇവിടെ കടി ഒഴിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കി ആ ഡെസ്ക് അപ്പുറത്ത് കിട്ടി ഇപ്പുറത്തിട്ട് ആ സമയം അങ്ങനെ പോകുന്ന അവസ്ഥ വരരുത്. പരമാവധി പ്രാർത്ഥനയോടുകൂടെ ഒതുവോടുകൂടെ അതിനെ കാത്തിരിക്കാനും നോമ്പ് തുറക്ക് ധൃതി കാണിക്കാനും അല്ലാഹു അസ്സ വജല്ല അഹബ്ബു ഇബാദി ഇലയ്യ അജ്ലുഹും ഫിത്റാ. അല്ലാഹ് പറഞ്ഞു, നോമ്പുകാരൻ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം എനിക്ക് എന്റെ അടിമയെ ഇഷ്ടമാണ്. അതുകൊണ്ട് സമയമായാൽ നോമ്പ് തുറക്കുക. പലപ്പോഴും നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ബാങ്ക് കേട്ടാൽ അവരുടെ നോമ്പ് മുറിക്കാൻ കഴിയൂല. അതിന്റെ ഭാഗമാണ് ഇതുവരെ 11 മാസത്തെ കലണ്ടർ മാറ്റി വെച്ചുകൊണ്ട് പല പള്ളികളിലും അതാ നോമ്പ് കാലം വന്നാൽ മഗ്രിബിന്റെ ബാങ്ക് 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. എല്ലാ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ ഓല പള്ളിയിൽ 3 മിനിറ്റ് കഴിയണം. എന്തേ? അത് നോമ്പൊക്കല്ലേ, ഒരു നോമ്പ് പ്രയാസപ്പെടണ്ടല്ലോ. അതൊരു തഖ്വന്റെ ഭാഗമായിട്ട് നീട്ടിവെക്കുന്ന ആളുകളുണ്ട്. ചിലർ ബാങ്ക് കേട്ടാൽ നോമ്പ് മുറിക്കൂല, അവർക്ക് അവരുടെ മഹല്ല് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കണം. ചിലർക്ക് അല്ലാഹു അക്ബർ കേട്ടാ പോരാ, അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടാലേ നോമ്പ്. ഇതൊന്നും ശരിയല്ല. നോമ്പ് തുറക്കാനുള്ള സമയമായി എന്നറിഞ്ഞാൽ അവർ നോമ്പ് തുറക്കട്ടെ എന്ന് ഹദീസിൽ വന്ന വാക്കാണ്. അതുപോലെ തന്നെ ഒരിറുക്ക് വെള്ളമെങ്കിലും കുടിച്ചിട്ടായിരിക്കണം നമ്മൾ അത്താഴത്തിലേക്ക് പ്രവേശിച്ചിട്ട് വേണം നമ്മൾ നോമ്പിന്റെ കാര്യങ്ങളിലേക്ക് മുന്നിട്ട് വരാൻ. അതിലൊക്കെ ബറക്കത്തുണ്ട്. നോമ്പ് തുറക്കുന്ന വ്യക്തിയും ആദ്യമായി അവൻ അലാ തംറിൻ, ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കലാണ് സുന്നത്ത്. ഈത്തപ്പഴം കിട്ടുന്നില്ലെങ്കിൽ വെള്ളമാണ് അവനുള്ളത്, അതാണ് അവന് തൊഹൂർ, അതാണ് അവന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതിലൊക്കെയും നമുക്കൊരു ശ്രദ്ധയുണ്ടാവണം. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് പഠിപ്പിച്ചപ്പോൾ നോമ്പ് ദുർബലമാകാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാൻ പറഞ്ഞു. മനഃപൂർവ്വം ഛർദ്ദിക്കാം, അറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാം, അതോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ഇങ്ങനെ പല കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നത്, അതൊക്കെ നോമ്പിനെ ബാത്തിലാക്കുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കുകയും, എന്നാൽ അറിയാതെ ഓർമ്മയില്ലാതെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചു പോയാൽ, വെള്ളം കുടിച്ചു പോയാൽ അതവനെ ബാധിക്കുകയില്ല എന്നതും ഹദീസിൽ വന്നതാണ്. അത് വന്നതാണ്. മറവി കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ അതിന്റെ പേരിൽ അവന് കുറ്റമുണ്ടാകുന്നതെല്ലാം. അതിനേക്കാൾ ഉപരി നോമ്പുകാരൻ എല്ലാ അനാവശ്യ വാക്കും പ്രവർത്തനങ്ങളും ഒഴിവാക്കണം. രാത്രി നമസ്കാരത്തിൽ അവൻ സജീവമാകണം. പകലിലും ഇബാദത്താണ്, രാത്രിയിലും ഇബാദത്താണ്. പരമാവധി നന്മകളിലായി പരമാവധി മേന്മയോടെ, ഇഖ്ലാസോടെ, ഈമാനോടെ, ഇഹ്തിസാബോടെ ഓരോ രംഗത്തും അവർ സജീവമായി നോമ്പ് പകലും രാത്രി ഇബാദത്തും ഒക്കെ ഉണ്ടാവണം. ആവശ്യത്തിന് വിശ്രമമാവാം, ജോലിക്ക് പോകാം, മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യാം, ഒക്കെയുണ്ടെങ്കിലും ഇത് ഈ ഒരു മാസത്തിൽ നമുക്ക് തന്നിരിക്കുന്ന മഹത്തായ ഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കി കൂടുതൽ അടുത്ത് ഇടപഴകാൻ, അതോടൊപ്പം ജനങ്ങളുമായി എല്ലാ പിണക്കങ്ങളും മാറ്റിവെച്ച് ജനങ്ങളുടെ ഇടയിൽ നമ്മൾ വളരെ നല്ല പെരുമാറ്റത്തോടെ പെരുമാറുകയും അള്ളാഹുവിന്റെ അടുക്കൽ എൻ്റെ കർമ്മങ്ങൾ ആകാശലോകത്തേക്ക് ഉയരാതിരിക്കുന്ന അവസ്ഥ, എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കുന്ന അവസ്ഥ, ഇതൊന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കൂടെ നമ്മൾ കാണണം. അള്ളാഹു നമുക്കൊക്കെ നല്ല രൂപത്തിൽ ഈമാനോടുകൂടെ ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയങ്കരായ നമ്മുടെ പല സഹോദരങ്ങൾ കഴിഞ്ഞ ദിവസം 6-ാം മൈലിലെ അവിടുത്തെ പള്ളിയിൽ നിരന്തരമായി അവിടുത്തെ കാര്യങ്ങൾ ചെയ്തിരുന്ന ഖാലിദ് സാഹിബ് പെട്ടെന്ന് കുഴഞ്ഞു വീണുകൊണ്ട് മരണപ്പെടുകയുണ്ടായി. ഇംതിയാസ് എന്ന് പറയുന്ന മോൻ നമ്മുടെയൊക്കെ പ്രവർത്തകനാണ്, അവരുടെ പിതാവാണ്. അവർ നാരടി മണ്ണിൽ ബർസഖിലാണ്. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കുറമാത്തൂരിലുള്ള ചെറിയ ഒരു പ്രവർത്തകൻ 21 വയസ്സുകാരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. നമ്മുടെ സുഹൃത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ കടകളൊക്കെ അടച്ചിട്ട് നമ്മുടെ ഈ പരിസരത്ത് ഒരു ഹർത്താൽ പോലെയുള്ള അവസ്ഥയുണ്ടാക്കിയതും ഒരു മരണത്തിന്റെ കാരണമാണല്ലോ ആ സഹോദരൻ. നമ്മുടെ ആദർശ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരനാണ്. അല്ലാഹു ആ മയ്യത്തിന് ജനാസക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മളൊക്കെ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ഒരുപാട് നന്മകളുടെ ഭാണ്ഡങ്ങളുമായി പുഞ്ചിരിക്കുന്ന മനസ്സുമായി അള്ളാഹുവിൻ്റെ അടുത്ത് ഇഷ്ടപ്പെട്ട ആത്മാക്കളെ കൊണ്ടുപോകുന്ന ഒരു മരണത്തിനു വേണ്ടി നമ്മൾ സദാ സന്നദ്ധരാവുക. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും പ്രായത്തെയും ആരോഗ്യത്തെയും ഒന്നും വെല്ലുവിളിയാകുന്ന അവസ്ഥയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഞെട്ടിക്കുന്ന മരണവാർത്തകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, അപകട മരണങ്ങളും ദുരന്തങ്ങളും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.